ഒന്നാമത്തെ ചോദ്യം ഇതാണ്. MT വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത്? MT വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം 7 ആൾക്കാർക്കാണ്. എത്ര ആൾക്കാർക്കാണ്? 7 ആൾക്കാർക്ക്. അതുപോലെ MT വാസുദേവൻ നായർ ഇവിടെ തന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MT വാസുദേവൻ നായർ അന്തരിച്ച ദിവസം എന്നാണ്. MT വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് കൂട്ടുകാരെ? 2024 ഡിസംബർ 25 അല്ലേ? MT വാസുദേവൻ നായർ അന്തരിച്ചത് 2024 ഡിസംബർ 25 ഡിസംബർ 2024 ഡിസംബർ 26 അന്തരിച്ച ഒരു പ്രമുഖ വ്യക്തിയില്ലേ? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം MT വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത്? 7 ആൾക്കാർക്കാണ് അല്ലേ? എങ്കിൽ ആകെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചവർ 139 എത്രയാണ് കൂട്ടുകാരെ? പത്മ പുരസ്കാരം 139. ഓക്കെ അല്ലേ? പത്മവിഭൂഷൺ 7, പത്മശ്രീ 113, പത്മഭൂഷൺ 19 എന്നിവയാണ് കണക്കുകൾ. പത്മവിഭൂഷൺ 7 ആൾക്കാർക്ക്, പത്മശ്രീ ലഭിച്ചത് 113, പത്മഭൂഷൺ ലഭിച്ചത് 19 പേരാണ്. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി 2025 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാണ്? അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. 2025 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ് അല്ലേ? ഈ തിരുവനന്തപുരം നടന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് കൊടുത്തത്. പ്രധാന നദിയുടെ പേര് MT നിള എന്നായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 2025 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം ചൂടിയത് തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരാണ്. എങ്കിൽ 2025 തിരുവനന്തപുരത്താണെങ്കിൽ നടന്നത് 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ് കൂട്ടുകാരെ? അത് കൊല്ലം ജില്ലയിലാണ്. എവിടെയാണ്? കൊല്ലം ജില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് ഇന്തോനേഷ്യയാണ് അല്ലേ? 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് ഇന്തോനേഷ്യ. വളരെ ഇമ്പോർട്ടൻറ്റ് പീസ്, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധി സ്ഥലം, സമാധി സ്ഥലം എവിടെയാണ്? യെസ്, നിഗംബോധ്ഘട്ട് അല്ലേ? നിഗംബോധ്ഘട്ട്. ഞാൻ പറഞ്ഞു 2024 ഡിസംബർ 26 അന്തരിച്ച പ്രമുഖ നേതാവാണ് ആര്? നമ്മുടെ മൻമോഹൻ സിംഗ് അല്ലേ? 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചു. ചിലപ്പോൾ പ്രസ്താവന രീതിയിലായിരിക്കും PSC ചെന്നാണ് മൻമോഹൻ സിംഗിനെ കുറിച്ച് ചോദിക്കുക. അപ്പം നിഗംബോധ്ഘട്ട് സമാധി സ്ഥലം, അന്തരിച്ചത് 2024 ഡിസംബർ 26 അന്തരിച്ചു. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചു. ഓക്കെ, 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു അല്ലേ? ഒരിക്കൽ പോലും ലോകസഭാംഗമാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ഈ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? യെസ്, ശരിയാണ് അല്ലേ? ഒരിക്കൽ പോലും ലോകസഭാംഗമാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആര് കൂട്ടുകാരെ? മൻമോഹൻ സിംഗ്. ഓക്കെ അല്ലേ? അപ്പം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26 നിഗംബോധ്ഘട്ടാണ് സമാധി സ്ഥലം അറിയപ്പെടുന്നത്. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. ഒരിക്കൽ പോലും ലോകസഭാംഗമാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കണേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് അല്ലേ? ഡി ഗുകേഷ് ആണ്. ഡി ഗുകേഷ്. ഇനി 2025 ജനുവരിയിൽ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ? 2025 ജനുവരിയിൽ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറിയ
രാജ്യമാണ് അമേരിക്ക എന്ന കാര്യം ഓർത്തു വെക്കുക. 2020 ജനുവരിയിൽ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്കയാണ്. ഇനി അടുത്തിടെ ചിനാർ മരങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ട്രീ ആധാർ മിഷൻ ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ചിനാർ മരങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ട്രീ ആധാർ മിഷൻ ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചാൽ പറയണം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് ചിനാർ എന്ന കാര്യം കൂടി ഓർത്തിരുന്നാൽ നല്ലത്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലെ ദുരന്ത സാധ്യത റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിൻ്റെ പേര് എന്താണ്? കേരളത്തിലെ ദുരന്ത സാധ്യത റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് കൂട്ടുകാരെ കവചം. ഇതാണ് കവചം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏത് രോഗത്തിനെതിരായി ലോകത്തിലെ ആദ്യ വാക്സിൻ ആണ് ഇക്സ്റ്റിക് എന്ന് പറയുന്നത്? എന്താണ്? ഏത് രോഗത്തിനെതിരെ ലോകത്തിൽ കണ്ടെത്തിയ ആദ്യ വാക്സിന്റെ പേരാണ് ഇക്സ്റ്റിക് എന്ന് ചോദിച്ചാൽ പറയണം അത് ചിക്കുൻ ഗുനിയ. എന്താണ് ഇക്സ്റ്റിക്? ഏതിനെതിരെയാണ്? ചിക്കൻ ഗുനിയക്കെതിരെയുള്ള എന്താണ് വാക്സിൻ ആണ് എന്ന് ഓർത്ത് വെക്കുക. ഇത് ഓൾറെഡി PSC ചോദ്യം കൂടിയാണ്. PYQ ആണ്. ഏത് രോഗത്തിനെതിരായി ലോകത്തിലെ ആദ്യ വാക്സിൻ ആണ് ഇക്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഗുനിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിനായി 2025 റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ അവധി ഒഴിവാക്കിയ സംസ്ഥാനം? ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിനായി 2025 റിപ്പബ്ലിക് ദിനത്തിൽ അവധി ഒഴിവാക്കിയ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മഹാരാഷ്ട്ര. ഇനി കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? അത് കന്യാകുമാരിയിലാണ് അല്ലേ? കന്യാകുമാരി. കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വന്ന സ്ഥലം കന്യാകുമാരിയാണ്. 77 മീറ്റർ നീളമാണ് ഈ പാലത്തിലുള്ള അല്ലേ? വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പം കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വന്ന സ്ഥലം കന്യാകുമാരിയിലാണ്. 36 വർഷത്തെ നിരോധനത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ സാത്താന്റെ വചനങ്ങൾ ആരുടെ കൃതിയാണ്? 36 വർഷത്തെ നിരോധനത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ സാത്താന്റെ വചനങ്ങൾ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് സൽമാൻ റുഷ്ദി. ഇതും PSC ചോദിച്ചില്ലടാ. PSC ചോദിച്ചു. PYQ 36 വർഷത്തെ PSC ചോദിച്ചു ഇങ്ങനെയാണ്, സാത്താന്റെ വചനങ്ങൾ ആരുടെ കൃതിയാണ്? അത് സൽമാൻ റുഷ്ദി. 2024 ഡിസംബറിൽ അപൂർവ രോഗമായ ബുറുലി അൾസർ രോഗം വിതച്ച രാജ്യം ഏത്? 2024 ഡിസംബറിൽ അപൂർവ രോഗമായ ബുറുലി അൾസർ രോഗം വിതച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് ആസ്ട്രേലിയ. ഏതാണ്? ആസ്ട്രേലിയ. കേരളത്തിന്റെ 23ാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിന്റെ 23ാമത് ഗവർണറാണ് അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. അത് ഓർത്തു വെക്കുക. ഇനി 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംതാർ ആണ്. 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ജസ്റ്റിസ് നിതിൻ ജംതാർ. കേരളത്തിന്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ അല്ലേ? കേരളത്തിന്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. ഇപ്പൊ കേരളത്തിന്റെ 23ാമത് ഗവർണറാണ് അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംതാർ ആണ്. കേരളത്തിന് 49ാമത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ്. ഓക്കെ അല്ലേ? ഇനി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ. എന്താണ്? കുമരകവും ബേപ്പൂരും. ഇതാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂരാണ്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയായ വ്യക്തി ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായ കേന്ദ്ര
വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. AS രാജീവ് ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. എന്താണ് കൂട്ടുകാരെ? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ് അല്ലേ. ഇനി ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൗ. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ ആണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. എത്രയോ തവണ PSC ആവർത്തിച്ചു. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ബഹിരാകാശ യാത്രികർക്ക് ആയുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി മുംബൈയിലാണ്. എവിടെയാണ്? നവി മുംബൈ. അപ്പം ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി മുംബൈ ആണ്. എവിടെയാണ്? നവി മുംബൈ. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? CV ആനന്ദ ബോസ്. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ്. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ രചിച്ചത് CV ആനന്ദ ബോസ്. CV ആനന്ദ ബോസ്. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ രചിച്ചത് CV ആനന്ദ ബോസ് ആണ് അല്ലേ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് അല്ലേ. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിലുള്ള സംസ്ഥാനം ഏത്? എന്താണ്? റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് അല്ലേ. ഇനി ശ്രീ അന്നം, ശ്രീ മന്ന എന്നിവ ഏത് വിളയുടെ പുതിയ ഇനങ്ങളാണ്? മരച്ചീനി. ഇത് PSC ചോദിച്ചില്ലേ? ഇതും PSC ഓൾറെഡി ചോദിച്ചു. PYQ ആണ്. ശ്രീ അന്നം, ശ്രീ മന്ന എന്നിവ ഏത് വിളയുടെ പുതിയ ഇനങ്ങളാണ്? മരച്ചീനിയാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെയാണ് തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് തൃശ്ശൂരാണ്. പട്ടുനൂൽ പുഴു എന്ന നോവലിസ്റ്റ് ആരാണ്? S ഹരീഷ് ആണ്. ആരാണ്? S ഹരീഷ്. പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചത് S ഹരീഷ് ആണെങ്കിൽ 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ് അല്ലേ. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ. 2025 G20 ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് 2025 G20 ഉച്ചകോടിയുടെ വേദി. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡനാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പം പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചത് S ഹരീഷ് ആണ്. ബ്രിക്സ് ഉച്ചകോടി 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. 2025 G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക അല്ല, ദക്ഷിണാഫ്രിക്ക. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ ആണെന്നും കൂടി ഓർത്തു വെക്കുക. 2025 UN കാലാവസ്ഥാ ഉച്ചകോടി വേദി ബ്രസീലാണ്. എവിടെയാണ്? ബ്രസീൽ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടി വേദി ബ്രസീലാണ്. 2024 ഡിസംബറിൽ ഡാറ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ബ്രിട്ടൻ. ബ്രിട്ടൻ. 2024 ഡിസംബറിൽ ഡാറ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ? ബ്രിട്ടൻ ആണല്ലേ. ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ട് സ്റ്റാർ 1 പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടായ സ്റ്റാർ 1 പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ചൈന. ഇനി ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടിക്ക് വേദിയായ കസാൻ ഏത് രാജ്യത്താണ്? അത് റഷ്യയാണ്. PSC ചോദിച്ചില്ലേടാ? ഇതും PSC ചോദിച്ചു. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടിക്ക് വേദിയായ കസാൻ ഏത് രാജ്യത്താണ്? റഷ്യയാണ് അല്ലേ. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി എവിടെയാണ് കൂട്ടുകാരെ? അത് ഫ്രാൻസ് ആണ്. എവിടെയാണ്? ഫ്രാൻസ്. സമാൻ 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. സമാൻ 1
എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് ഇറാനാണ്. അതാണ് ഇറാൻ. ഇനി 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? അത് ജഗദീഷ് ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് ശ്രീകുമാർ. കേരള നിയമസഭയുടെ 2024 സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. PS ചോദിച്ച ചോദ്യമാണ്. കേരള നിയമസഭയുടെ 2024 സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. ഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയോദ്യാനമാണ് യുഗേൻ ഭാരത്. ഇതും PS ചോദിച്ചു കേട്ടോ. ഡൽഹിയിൽ പുതിയതായി നിർമ്മിക്കുന്ന ദേശീയോദ്യാനമാണ് യുഗേൻ ഭാരത്. അടുത്തിടെ അന്തരിച്ച തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആത്മകഥയുടെ പേര് എ ലൈഫ് ഇൻ മ്യൂസിക് എന്നാണ്. ഓർത്തുവെച്ചോ. എ ലൈഫ് ഇൻ മ്യൂസിക് ആരുടെ ആത്മകഥയാണ്? തബല വിദ്വാനായ തബല മാന്ത്രികനായ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആത്മകഥയാണ് എ ലൈഫ് ഇൻ മ്യൂസിക് എന്നത്. രാജ്യത്തെ പ്രഥമ പ്രമേയ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ചെന്നൈയിലാണ്. രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ചെന്നൈയിലാണ്. ഇനി എത്ര വർഷത്തിന് ശേഷമാണ് UPയിലെ പ്രയാഗിൽ 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ മഹാകുംഭമേള നടന്നത്? എത്ര വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള നടന്നത്? 144 എത്രയാണ് കൂട്ടുകാരെ? 144. എത്ര വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള നടന്നത്? 144. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അല്ലേ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 ആഘോഷിച്ചെന്ന് ചോദിച്ചാൽ പറയണം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2025 ഹരിവരാസന്റെ പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 2025 ഹരിവരാസന്റെ പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ അന്തരിച്ച കാർട്ടൂണിസ്റ്റാണ് ജോർജ് കുമ്പനാട്. ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ അന്തരിച്ച കാർട്ടൂണിസ്റ്റാണ് ജോർജ് കുമ്പനാട് എന്ന കാര്യം മറക്കാതിരിക്കുക. ബഹിരാകാശത്താദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം 4. ബഹിരാകാശത്താദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം 4 ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ചോദിച്ചാൽ പറയണം 47. അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പുതിയ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഹു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പുതിയ പ്രസിഡന്റ് ആണ് ബഹദൂർ സിംഗ് സാഹു. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഏത്? PS ചോദിച്ചതാണ്. ഏത്? ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര എങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതിയാണ് തിങ്കൾ പദ്ധതി. എന്താണ് തിങ്കൾ പദ്ധതി? സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് തിങ്കൾ പദ്ധതി. ഓക്കെ അല്ലടാ. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരെ? അത് NS മാധവനാണ്. ആരാണ്? NS മാധവൻ. ഈ 32ാമത് അതുപോലെ തന്നെ 31ാമത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PS ചോദിക്കുന്നത് ചിലപ്പോൾ 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ആരെന്നും PS ചോദിക്കും. നമ്മൾ ചിലപ്പോൾ എന്താക്കും, നമ്മൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരമാണ് PS ചോദിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് NS മാധവൻ എഴുതാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2024 32ാമത് 4ൻ്റെ പകുതി 2 ജസ്റ്റ് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. എങ്കിൽ 2023 33
51ാമത് എഴുത്തിനും പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വാസന്തൻ. ഇത് രണ്ടും PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ഓക്കെ അല്ലേ? യെസ്, ഇമ്പോർട്ടൻ്റ് പഠിക്കണേ. 2024 പകുതി എടുത്തോ 2 32ാമത് എഴുത്തിനും പുരസ്കാരം NS മാധവൻ. എങ്കിൽ 2023 31ാമത് പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണ് അല്ലേ? ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് കൂട്ടുകാരെ? അത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1993 ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. എങ്കിൽ 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. 2020 പോൾ സക്കറിയ. 2021 P വത്സല. 2021 P വത്സലയാണ്. P വത്സലയുടെ പ്രത്യേകത എന്താണ്? തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന P വത്സലയാണ് അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന 5ാമത്തെ വനിത എന്നാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന 5ാമത്തെ വനിതയാണ് P വത്സല. 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് സേതു മാധവൻ. 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതു മാധവൻ. ഈ സേതുവിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഇത് ഈ ഇടക്ക് നടന്നൊരു PSC പരീക്ഷയിൽ PSC ചോദിച്ചതാണ്. സേതു മാധവൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. PSC ചോദിച്ചിങ്ങനെയാണ്, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? സേതു അല്ലെങ്കിൽ സേതു മാധവൻ. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ഇത്രയും ചോദ്യങ്ങളാണ് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതാണ്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് NS മാധവനും. 2023 31ാമത് പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി വള്ളത്തോൾ പുരസ്കാരം അവസാനമായി വള്ളത്തോൾ പുരസ്കാരം നൽകിയത് 2019 അല്ലേ? 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് P സക്കറിയ. ആരാണ്? സക്കറിയാണ്. 2018 M മുകുന്ദനാണ്. 2017 പ്രഭാവർമ്മ. ഓർത്തിരിക്കണേ, 2019 P സക്കറിയ, 2018 M മുകുന്ദൻ, 2017 പ്രഭാവർമ്മ എന്നിവർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച്. ഓക്കെ, യെസ്. ഈ വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1991 അല്ലേ? വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1991. വള്ളത്തോൾ പുരസ്കാരത്തിന് സമ്മാന തുക എത്രയാണ്? 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് എന്ന്. ഓക്കെ, പ്രഥമ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ്. ഇനി വള്ളത്തോൾ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം 1993. നമ്മൾ പഠിച്ചു പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചതെങ്കിൽ നമ്മുടെ വള്ളത്തോൾ പുരസ്കാരം രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? അത് ശൂരനാട് കുഞ്ഞൻപിള്ള. നമ്മൾ എന്താ പഠിച്ചത്? ശൂരനാട് കുഞ്ഞൻപിള്ള നമ്മളെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം രണ്ടാമത് ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹരിവരാസന പുരസ്കാരം. ഈ നടന്ന പരീക്ഷയിൽ ചോദിച്ചു. 2024 എന്താണ്? PK വീരമണി ദാസൻ. 4 ദാസന്മാർ, ഒരു രാജാവിൻ്റെ 4 ഭാഗങ്ങളിലും 4 ദാസന്മാർ അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട് അല്ലേ? രാജാവിനെ സംരക്ഷിച്ചുകൊണ്ട് 4 ദാസന്മാർ ഇരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദര നമ്പൂതിരിയാണ്. നമ്മളെല്ലാവരും എന്താണ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം 2025 കൈതപ്രം ദാമോദര നമ്പൂതിരിയാണ്. 2024 വീരമണി ദാസനാണ്. ഓക്കെ അല്ലേ? യെസ്, പറയാൻ കാരണം വീരമണി രാജു ആണോ എന്ന കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ. 2021 വീരമണി രാജുവിന് എന്താണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്? ഒരു രാജു മാത്രമേ ഉള്ളൂ. രാജുവിൻ്റെ ആദ്യം നമ്മൾ കഥ പഠിച്ചില്ല, അതിലൊരു രാജു മാത്രമേ ഉള്ളൂ. യെസ്, അത് ഓർത്ത് വെക്കുക. 2021 വീരമണി രാജു. 2023 ശ്രീ കുമാരൻ തമ്പി.
2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ആലപ്പി രംഗനാഥ്. 2022 ആലപ്പി രംഗനാഥ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഹരിവരാസന പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്നിടാ നമ്മുടെ ഹരിവരാസന പുരസ്കാരം. എത്രയാണ് സമ്മാന തുക? എത്രയാണ്? 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. മനസ്സിലായില്ലേ? ഹരിവരാസന പുരസ്കാരം 2025 ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ആരാണ്? വീരമണി ദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. 2021 വീരമണി രാജു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം അല്ലേ? ഓടക്കുഴൽ പുരസ്കാരം 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ്റെ നോവലാണ് ഗോപ. ഇത് ഗോപ. ഓക്കെ, 2024 54ാമത് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോപ. എങ്കിൽ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. ഇതൊക്കെ PSC ചോദിച്ചതാണ് അല്ലേ? 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് P ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാട്. ഇനി പ്രഥമ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അല്ലേ? 1969 കൃതി തുളസീദാസ് രാമായണം. തുളസീദാസ് രാമായണം ആരെഴുതി? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അല്ലേ? ഈ ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 30,000 രൂപയാണ്. എത്രയാണ്? 30,000 രൂപ. ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിതയാണ് ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി അല്ലേ? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് ലളിതാംബിക അന്തർജനം. കൃതി എന്താണ്? അഗ്നിസാക്ഷി. ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ പഠിക്കുന്നത് 2025 പത്മപ്രഭാ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് കൂട്ടുകാരെ? യെസ്, എന്താണ്? കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി. ആലങ്കോട് ലീലാകൃഷ്ണൻ 2025 പത്മപ്രഭാ പുരസ്കാരം 2025 ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അല്ലേ? യെസ്. ഇനി നമുക്ക് 75,000 രൂപയും പ്രശസ്തി പത്രവും എന്താണ്? പത്മരാഗ കല്ല് പതിപ്പിച്ച ശില്പവുമാണ് സമ്മാനിക്കുക. അത് ഓക്കെയാണ്. 2025 പത്മപ്രഭാ പുരസ്കാര ജേതാവ് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. എങ്കിൽ 2024 ആരാ? 2024 ആരാണ്? നമുക്കറിയാം 2024 പത്മപ്രഭാ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ആരാണ് കൂട്ടുകാരെ? റഫീഖ് അഹമ്മദ്. ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. എങ്കിൽ 2023 ആരാ? 2023 ആരാ? യെസ്, എന്താണ്? 2023 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. മനസ്സിലായില്ലേ? യെസ്. ഇനി തകഴി പുരസ്കാരം അല്ലേ? തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് MK സാനു. ആർക്കാണ് കൂട്ടുകാരെ? MK സാനു ആണ്. എങ്കിൽ തകഴി സാഹിത്യ പുരസ്കാരം 2023 ആർക്കാണ് ലഭിച്ചത്? 2023 ലഭിച്ചത് M മുകുന്ദനാണ് അല്ലേ? M മുകുന്ദൻ. ഇനി തകഴി സാഹിത്യ പുരസ്കാരം 2025 ഞാൻ വിട്ടുപോയി. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീര. ആരാണ് കൂട്ടുകാരെ? KP സുധീര. മനസ്സിലായോ? യെസ്. ഇനി 2025 ഹരിവരാസന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 ഹരിവരാസന പുരസ്കാരം 2025 ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആർക്കാണ്? കൈതപ്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നൊരു വീഡിയോ ചെയ്തു തരാം, ഞാൻ മാറിപ്പോയിരുന്നു. അപ്പം 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഇനി 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി ദാസൻ.
വീരമണിദാസൻ 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ ഇത്രയും കാര്യം മനസ്സിലായോ? യെസ്. ഇനി ഞാനിവിടെ ഒക്കെ ഉണ്ട്, നമുക്ക് എന്താക്കാം മറ്റൊരു വീഡിയോയിൽ പറയുമ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ 2025 നമ്മൾ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം ഇതായിരുന്നു. 2025 പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായി യെസ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്ത് പഠിച്ചു? 2024 പത്മപ്രഭാ പുരസ്കാരം ചെയ്ത റഫീഖ് അഹമ്മദ്, 2023 സുഭാഷ് ചന്ദ്രനായിരുന്നു. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. തകഴി സാഹിത്യ പുരസ്കാരം 2025 KP സുധീര, 2024 MK സാനു, 2023 M മുകുന്ദൻ. ഇനി ഹരിവരാസന പുരസ്കാരം 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും, 2024 വീരമണിദാസനും, 2023 ശ്രീകുമാരൻ തമ്പിക്കുമാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? യെസ്. ഇനി കേരളത്തിൻ്റെ 50ാമത്, ഇവിടെ 50 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി A ജയതിലക് ചുമതലയേറ്റു അല്ലേ? 2026 ജൂൺ വരെയാണ് ഈ സേവന കാലാവധി. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരും ചോദിച്ചാൽ പറയണം A ജയതിലക് ആണ്. ശാരദാ മുരളീധരൻ ഏപ്രിൽ 30 വിരമിച്ച ഒഴിവിലേക്കാണ് ജയതിലകിൻ്റെ നിയമനം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയാം. BS ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരും ചോദിച്ചാൽ പറയണം A ജയതിലകാണ് എന്ന കാര്യം അവിടെ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ ജസ്റ്റിസ് BR ഗവായിയെ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കൂട്ടുകാരെ? യെസ്, ഇതാണ് ജസ്റ്റിസ് ആരാണ്? യെസ്, BR ഗവായി. ജസ്റ്റിസ് BR ഗവായി ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി BR ഗവായി എന്താണ് ചുമതലയേറ്റു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, മഹാരാഷ്ട്ര സ്വദേശിയായ BR ഗവായി ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് ആരാണ്? നമ്മുടെ മലയാളിയായ KG ബാലകൃഷ്ണനാണ് ആദ്യത്തെയാൾ. ഓർത്തിരിക്കുക, ചിലപ്പോൾ പ്രസ്താവന PS തരാം. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആര്? നമ്മുടെ BR ഗവായി. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? BR ഗവായി ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസായ രണ്ടാമത്തെ വ്യക്തിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന എന്താണ്? ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ വ്യക്തിയാണ് ആര്? KG ബാലകൃഷ്ണൻ. ഈ 4 പ്രസ്താവന എന്താണ്? ശരിയാണെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ജസ്റ്റിസ് BR ഗവായുമായി ബന്ധപ്പെട്ടിട്ട് ഈ 4 പോയിന്റിൽ നിന്നും ഏതെങ്കിലും പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോവോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ എന്താക്കണം? ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ എന്നിലേക്ക് എങ്ങനെ എത്തിക്കുക? യെസ്, നിങ്ങളുടെ കമൻസിലൂടെയാണ്. അപ്പോൾ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കരുത്. ഓക്കെ. യെസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി അല്ലേ? PS ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? വൈഭവ് സൂര്യവംശി. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ മറ്റൊരു മോഡൽ പറയാം. 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ വൈഭവ് സൂര്യവംശി ഏത് ടീമിലെ കളിക്കാരനാണ്? ഏത് ടീമിലെ അംഗമാണെന്ന് ചോദിച്ചാൽ പറയാം രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് 35 പന്തിൽ 101 റൺസാണ് നേടിയത്. അപ്പോൾ രാജസ്ഥാൻ റോയൽസിലെ കളിക്കാരനാണ് ആര്? വൈഭവ് സൂര്യവംശി. രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരൻ. IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗുജറാത്ത് ടൈറ്റൽസ് ടീമിനെതിരെ രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് സൂര്യവംശി 35 പന്തിൽ 101 റൺസാണ് നേടിയത് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം? ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് M മുകുന്ദനാണ്. അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരെ? അത് M മുകുന്ദനാണ്. ആരാണ്?
എം മുകുന്ദൻ. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ മുഖ്യ വനം മേധാവിയായി ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രനാണ്. ആരാണ്? രാജേഷ് രവീന്ദ്രൻ. കേരളത്തിൻ്റെ മുഖ്യ വനം മേധാവിയായി ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രൻ. ആരാണ്? രാജേഷ് രവീന്ദ്രനാണ് അല്ലേ. എങ്കിൽ കേരളത്തിൻ്റെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവിയാണ് മനോജ് എബ്രഹാം. കേരളത്തിൻ്റെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവി ആരും ചോദിച്ചാൽ പറയണം അത് മനോജ് എബ്രഹാം ആണ്. കേരളത്തിൻ്റെ മുഖ്യ വനം മേധാവി ആരും ചോദിച്ചാൽ പറയണം അത് രാജേഷ് രവീന്ദ്രനാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? അത് നിപുൺ അഗർവാൾ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരും ചോദിച്ചാൽ പറയണം അത് നിപുൺ അഗർവാൾ. ഓക്കെ. ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. എന്താണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. എന്താണ്? ഗജസിംഹ. ഓക്കെ അല്ലേ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമി. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഗുമി, ദക്ഷിണ കൊറിയ. പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ പറയണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ. പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസി ആരാണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ INA. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ. യെസ്, നമുക്ക് കുറച്ച് കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്ക് എന്താണ് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. യെസ്, നമുക്ക് ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടി ഞാൻ പറയാം. അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് അല്ലേ. എം മുകുന്ദനാണ്. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യ വനമേധാവിയായി ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രനാണ്. കേരളത്തിൻ്റെ മുഖ്യ അഗ്നിരക്ഷാ സേനാ മേധാവി ആരാണ് കൂട്ടുകാരെ? അത് മനോജ് എബ്രഹാം ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? അത് നിപുൺ അഗർവാൾ ആണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമി, ദക്ഷിണ കൊറിയ. പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇനി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇനി വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ഏതാണ്? അത് ന്യൂ ഷെപ്പേർഡ് ആണ്. ഏതാണ്? ന്യൂ ഷെപ്പേർഡ്. വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമാണ് ഏത് കൂട്ടുകാരെ? ന്യൂ ഷെപ്പേർഡ്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താണ്? ഹൈബ്രിഡ് നെൽവിത്ത് ഇനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് അല്ലേ. ഹൈബ്രിഡ് നെൽവിത്ത് ഇനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത് കൂട്ടുകാരെ? പഞ്ചാബ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ചോദ്യമാണ്. ഒന്നും കൂടി ഇനി കഴിഞ്ഞ ക്ലാസ് കാണാത്ത കൂട്ടുകാർക്ക് എന്താണ് ഒരു റിവിഷൻ, കാണാത്ത കൂട്ടുകാർക്ക് ഒന്നും കൂടി ഇത് കണ്ടോട്ടെ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഒരു റിവിഷൻ എന്ന രീതിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ PVQ ചോദ്യങ്ങളും PVQ വിത്ത് റിലേറ്റഡ് ഫാക്റ്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ കാണാത്ത കൂട്ടുകാർ ഇത് കാണണം. ഓക്കെ അല്ലേ? ഇനി ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്? ക്രിസ്റ്റി കവൻട്രി എന്ന് ചോദിച്ചാൽ പറയണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് ചോദിച്ചാൽ ഏത് പറയണം? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് അല്ലേ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 118 എന്ന കാര്യം ഓർത്തു വെക്കുക. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 118. ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? DRDO എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൃത്യമായി ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.